ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി നമുക്കൊപ്പം ഹെലോ മലയാളത്തിന്റെ വേദിയിൽ വരുന്നത് മറ്റാരും അല്ല, KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF സ്ഥാനാർത്ഥിയും ഒക്കെയുമായ വൈഷ്ണയാണ് ഇന്ന് ഹെലോ മലയാളത്തിൽ അതിഥി. അപ്പോൾ നമുക്ക് വൈഷ്ണയെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. വൈഷ്ണ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ് സേതു, ഗുഡ് മോർണിംഗ്, താങ്ക് യു സോ മച്ച്. ഓക്കെ വൈഷ്ണ, അപ്പം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നു, മുട്ടടയിലെ സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങി. അത് ഏറെക്കുറെയൊക്കെ ഒരു റൗണ്ടൊക്കെ പൂർത്തിയായെന്ന് തോന്നുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു സാങ്കേതികത്വം വരികയും സാങ്കേതികത്വ പ്രശ്നം വരികയും പരാതി പോകുന്നതും പിന്നീട് വൈഷ്ണ നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതും ഇപ്പോൾ കോടതിയിൽ നിന്നൊരു പോസിറ്റീവ് നോട്ട് വരികയൊക്കെ ചെയ്തു. ഇന്ന് ഹിയറിംഗ് ഉള്ള ദിവസം കൂടിയാണ്. ഈ മൊത്തത്തിൽ എന്താ തോന്നുന്നത് ഇപ്പോൾ? തീർച്ചയായും, കാരണം നമ്മൾ ഈ പ്രചാരണ രീതി ഫസ്റ്റ് റൗണ്ട് ഏറെക്കുറെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 ദിവസം നമുക്കൊരു ബ്രേക്ക് വന്നിരുന്നു. ബ്രേക്ക് എടുക്കാൻ വേണ്ടി പാർട്ടിയും നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരും ഒന്നും തന്നെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും ഇറങ്ങി പ്രചരണ രീതിയിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കാരണം, അതായത് മാനസിക സംഘർഷം കാരണം ഞാനാണ് മാറി നിന്നിരുന്നത്. പക്ഷേ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം വരികയായിരുന്നു. നാളെ വരാനിരിക്കുന്ന വിധിയും നമുക്ക് അതേപോലെ തന്നെ അനുയോജ്യമായിരിക്കും തന്നെയാണ്. ആ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നിലോട്ട് പോകുന്നതും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്, ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി രാവിലെ വീടുകളിലേക്ക് പോകുന്നൊരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ രാവിലെ 10 മണിക്ക് കളക്ടറേറ്റിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് വിടാം. ഇപ്പം ഈ അവിടെ എന്താ സംഭവിച്ചതെന്നാണ് വൈഷ്ണയ്ക്ക് തോന്നുന്നത്? ഒരു ഗൂഢാലോചനയൊക്കെ സംശയിക്കുന്നുണ്ടോ? അല്ല, ഗൂഢാലോചന അതൊക്കെ പറയേണ്ടത് ഞാനല്ല, അത് പാർട്ടിയാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് ഈ ഒരു വിഷയം എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി തികച്ചും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ വൈഷ്ണ, ഇതിപ്പോൾ ഇവിടെ മേൽവിലാസത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു. താരതമ്യേന ഇപ്പം തിരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് പരിചയം കുറവാണ് വൈഷ്ണയ്ക്ക്. അപ്പോൾ പക്ഷേ ഒപ്പമുള്ളവർ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഈ പരിശോധനകളിലൊക്കെ നേരത്തെ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണ്ടേ? അപ്പോൾ പരിശോധനയിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. അല്ല വൈഷ്ണ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പാർട്ടിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി നിർത്തുന്നതിന് മുൻപ് ഒരു പരിശോധനയൊക്കെ നടത്തില്ലേ? അപ്പോൾ അങ്ങനെ പരിശോധിക്കുന്നതിൽ പാർട്ടിക്ക് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. അല്ല, അങ്ങനെ പാർട്ടിയുടെ വീഴ്ചയായി ഞാനത് കാണുന്നില്ല. കാരണം നമുക്ക് ആദ്യം വരുന്ന പരാതി എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ സ്ഥിര താമസക്കാരി അല്ല എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു പരാതി നിലനിൽക്കില്ല എന്ന് അറിയുന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ TCയുടെ കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പാർട്ടിയുടെ ഒരു വീഴ്ച ഒരിക്കലും ഞാൻ കാണുന്നില്ല. തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം ബഹുമാനപ്പെട്ട കോടതിയിൽ ആ ഒരു വിഷയം എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യം ഇനി ഒട്ടും തന്നെ ഇല്ല. വൈഷ്ണ, ഇപ്പം അമ്പലമുക്കിലെ പേര് ചേർത്തിട്ടില്ല, മുട്ടടയും പേരില്ല. ഇപ്പം CPM പറയുന്നത് അവർ സെപ്റ്റംബറിൽ കൊടുത്ത പരാതിയാണ് ഇതെന്നാണ്. അപ്പം അതും ഒരാൾക്കെതിരെയല്ല, അവർ 7 പേർക്കെതിരെ പരാതിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അന്ന് ഈ വീട്ടു നമ്പർ എഴുതി കൊടുത്ത ആരാണ്? അല്ല, അവർ സെപ്റ്റംബർ പരാതി കൊടുത്തൊരു അറിവ് എനിക്കില്ല. കാരണം നമുക്ക് അറിയാലോ, നവംബർ 1-2 തീയതികളിലാണ് നമുക്ക് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുന്നത്. അതിനുശേഷം ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് നമ്മുടെ സ്ഥാനാർത്ഥി പട്ടിക വന്ന് ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു പരാതി വരുന്നത്. 4-ാം തീയതിയൊക്കെ നമുക്ക് വോട്ട് ചേർക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ വോട്ട് ചേർക്കാനുള്ള അവസരം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് 5-ാം തീയതിയോട് കൂടിയാണ് ഈ ഒരു പരാതി കോർപ്പറേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് കൈപ്പറ്റിയ നോട്ടീസിൽ ആ ഒരു ഡേറ്റ് ആണുള്ളത്. സെപ്റ്റംബറിൽ പരാതി കൊടുത്തതായിട്ടുള്ള നോട്ടീസുകളൊന്നും തന്നെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്കറിയാൻ കഴിയുന്നത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്തരം പരാതി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ വൈഷ്ണ, അപ്പം ഇത് പിന്നീട് വൈഷ്ണയും ഒന്നും ചെക്ക് ചെയ്തിരുന്നില്ല? ഈ ഒരു പരാതി വരുന്നതിന് മുൻപ് ഇപ്പോൾ പട്ടികയിൽ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു ഘട്ടത്തിലും ചെക്ക് ചെയ്തിരുന്നില്ല അല്ലേ? അല്ല, പട്ടികയിൽ പേരുണ്ടായിരുന്നല്ലോ. പട്ടികയിൽ പേരുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു. നമ്മളത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതാണ്. പട്ടികയിൽ പേരുണ്ടായിരുന്നു. ആ ഉള്ള പേരാണ് ഇപ്പോൾ ഡിലീറ്റ് ആയിരിക്കുന്നത്.
ഇപ്പം ഈ പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയല്ല തദ്ദേശത്തിലേക്ക് വരുമ്പോൾ അപ്പം ഒന്നിലുണ്ടായിട്ട് മറ്റൊന്നിലില്ല എന്ന് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ ഒരു അട്ടിമറിയായിട്ട് പറയാം. പക്ഷേ ഇതൊരു വനിതാ വാർഡല്ല, ജനറൽ വാർഡാണ്. ഇവിടെ മത്സരിക്കാൻ ഒരുപക്ഷെ പലരും ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ നേട്ടം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. കാരണം നമുക്ക് എല്ലാവർക്കും വലുത് പാർട്ടിയാണല്ലോ. പാർട്ടി വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഓരോ വാർഡുകളിലും നിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെയാണ് എല്ലാവരും, നമ്മളിപ്പോൾ മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭാഗമായി നിൽക്കുന്ന എല്ലാ സഹപ്രവർത്തകരും ഒന്നടങ്കം ഇറങ്ങുന്ന വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്ക് മുൻ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്ന പ്രിയപ്പെട്ട ലാലൻ ചേട്ടൻ ഇവിടെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഓഫീസിലുണ്ട്. മാത്രമല്ല നമ്മുടെ കോർ കമ്മിറ്റിയിൽ പേര് പോരുന്ന എല്ലാവരും തന്നെ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണ്. വളരെ സജീവമായി നമ്മളോടൊപ്പം ഇലക്ഷൻ വർക്കിന് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനൊരു പ്രശ്നങ്ങളും തന്നെ മുട്ട വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിലില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒട്ടും ആലോചിക്കുന്നുമില്ല. പക്ഷേ ഇപ്പം ഈ മുട്ടടയിൽ സംഭവിച്ച പോലെ ഇപ്പോൾ കോഴിക്കോട്ടെ മേയർ സ്ഥാനാർത്ഥി VM വിനുവിന് അദ്ദേഹത്തിൻ്റെ പേരില്ല ഇപ്പം. പക്ഷേ അതിൽ കോൺഗ്രസ് നിയമ പോരാട്ടത്തിന് പോവുകയാണ്. പക്ഷേ VM വിനു ഇപ്പോൾ പ്രചാരണത്തിൽ സജീവമാണ്. കുറച്ച് മുൻപ് പോലെ ഞങ്ങളോട് അദ്ദേഹം കാര്യങ്ങളൊക്കെ പ്രതികരിച്ചതേ ഉള്ളൂ. അതേപോലെയാണ് ആന്തൂരിലെ LDF സ്ഥാനാർത്ഥി ജബ്ബാർ ഇബ്രാഹിം. അദ്ദേഹത്തിനും ഈ ഒരു പ്രശ്നം, ഈ ഒരു സാങ്കേതിക പ്രശ്നം വരുന്നുണ്ട്. അപ്പം ട്രിവാൻഡ്രത്ത് മാത്രം 101 വാർഡുകളുണ്ട്. അപ്പം ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാൻ കഴിയുമോ? അല്ല, ഇതൊന്നും ഇതൊന്നും പറയേണ്ടത് ഞാനല്ല, പാർട്ടിയാണ്. പിന്നെ ഈ ഒരു വിഷയം ഇവിടുത്തെ മുട്ടടയിലെ ഒരു വിഷയം എന്ന് പറയുന്നത് ഉണ്ടായിരുന്ന ഒരു വോട്ട്, നമുക്ക് ഏതൊരു ഇൻഡിവിജ്വലിനും ഉണ്ടായിരിക്കേണ്ട ഒരു അവകാശം, നമുക്ക് ആവശ്യപ്പെടാവുന്ന ഒരു അവകാശമാണ് ഒരു വോട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അത് നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമ്മൾ ഒരു വ്യക്തി ആയി പോലും കൺസിഡർ ചെയ്യാത്ത തരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഇന്നിപ്പം കോടതിയിൽ നിന്ന് ഒരു പോസിറ്റീവ് നോട്ട് വന്നിട്ടുണ്ട്. അത് ഏറെ പ്രതീക്ഷാവഹമാണ്. നല്ല പ്രതീക്ഷയുണ്ടോ വൈഷ്ണ? തീർച്ചയായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. നമുക്ക് അനുയോജ്യമായൊരു തീരുമാനം വരുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ടോ? എല്ലാവരും ഈ അറിയാവുന്ന ആളുകളൊക്കെ ആയിരിക്കും. അപ്പം വീട്ടിലോട്ട് ചെന്ന് വോട്ട് ചോദിക്കുമ്പോഴൊക്കെ എന്താ പറയുന്നത്? നല്ല സ്വീകരണമൊക്കെ ആണോ? തീർച്ചയായും ഞാൻ നേരത്തെ തന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ മുട്ടട വാർഡിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനും അമ്മയും ഞാനും എല്ലാം ജനിച്ചു വളർന്ന വാർഡാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭൂരിഭാഗം ആൾക്കാരിലേക്കും എത്തുന്നതിൽ വലിയ പ്രയാസങ്ങളില്ല. നമുക്ക് ഒന്നേന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. അതെ, തീർച്ചയായും നമുക്ക് അവരുടെ അടുക്കള വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എല്ലാവരും നമ്മളോട് പറയാറുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും നമ്മളെ സ്വീകരിക്കുന്നത്. വൈഷ്ണവിപ്പം രാഷ്ട്രീയ പാർട്ടികളൊക്കെ യുവാക്കൾക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ പണ്ടത്തെ പോലത്തെ ഒരു പണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പൊക്കെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു 50-55 വയസ്സിന് മുകളിലുള്ള കുറേ പേരുടെ സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും വരുന്നത്. പിന്നെ കാലങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ആളുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, യുവാക്കൾക്ക് ഒത്തിരി പ്രാധാന്യം. ഇപ്പോൾ തിരുവനന്തപുരത്തെ പട്ടിക തന്നെ എടുത്തു നോക്കിയാൽ എന്തുമാത്രം യുവാക്കളാണല്ലേ. ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ മുതൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വൈഷ്ണവിലേക്ക് ഈ ഒരു വാർത്ത എത്തിയപ്പോൾ എന്തായിരുന്നു ആദ്യം? ഒരു അമ്പരപ്പായിരുന്നോ? ഒരു ഞെട്ടലായിരുന്നോ? തീർച്ചയായും. കാരണം നമുക്കറിയാം, പ്രിയപ്പെട്ട ശബരിചേട്ടൻ ഉൾപ്പെടെ വരുന്ന ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുക എന്ന് പറയുന്നതിന് 21-24 വയസ്സുകാരിയെ എനിക്ക് വളരെ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ യുവാക്കൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലേക്കാണ് ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നത്. യുവാക്കൾക്ക് മാത്രമല്ല, വിജയസാധ്യതയുള്ള, അതായത് പൂർണ്ണമായും വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഓരോ വാർഡിലേക്കും നിയോഗിച്ചിരിക്കുന്നത്. അതെല്ലാം വളരെ വലിയ വിജയസാധ്യത നമുക്ക് ഈ ഒരു തിരുവനന്തപുരം നഗരസഭയിൽ ലഭിക്കുന്നുമുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ. അത് വളരെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക? ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? എല്ലാവരും വളരെ നല്ല സപ്പോർട്ടാണ്. ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങൾ, അതായത് നമുക്ക് ഈ പ്രചാരണ പരിപാടികൾ നിർത്തിവെക്കേണ്ടി വന്ന 2-3 ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു. അത്രയും വലിയ സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിടേണ്ടി വന്ന ആ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞൊരു 2-3 ദിവസങ്ങൾ കടന്നുപോയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പാർട്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ഇവിടെയുള്ള സഹപ്രവർത്തകരും റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും തന്നൊരു പൂർണ്ണ പിന്തുണയുണ്ട്.
ഉണ്ട്. ആ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും മുന്നിലേക്ക് വീണ്ടും ഇന്ന് നമുക്ക് ഇത്രയും സപ്പോർട്ടോടു കൂടി ഇറങ്ങാനും ധൈര്യത്തോടു കൂടി ഇറങ്ങാനും ഒക്കെ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പിന്തുണ അല്ലെങ്കിൽ സപ്പോർട്ട്, സ്നേഹം, പ്രാർത്ഥന എല്ലാം നമുക്ക് വളരെ വലുതാണ്. ഓക്കെ വൈഷ്ണ, ഇപ്പം എനിക്കറിയാം നല്ല തിരക്കുള്ള സമയമാണ്. ഇപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്കും ഹിയറിങ്ങിന് പോകണം. മാത്രമല്ല അതിനിടയ്ക്ക് പ്രചാരണമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ അസ്വസ്ഥരാണ്. പ്രത്യേകിച്ച് ഈ ഷോവിൻ്റെ പ്രൊഡ്യൂസർ ലിജൻ കെ അപ്പൻ ഒരു 10 വട്ടം എൻ്റെ അടുത്ത് ചോദിച്ചു വൈഷ്ണയുടെ കുടുംബവിശേഷം എന്താണെന്ന്. എന്താണ് വിശേഷം? കുടുംബവിശേഷമൊക്കെ എന്താ? അല്ല, നമുക്ക് ഹിയറിംഗ് 3 മണിക്കാണ്. 3 മണിക്കാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ ഹാജരാകേണ്ടത്. 10 മണിക്ക് എനിക്ക് കളക്ടറേറ്റിലേക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോകേണ്ട ആവശ്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ആളുകളിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കുടുംബവിശേഷം പ്രത്യേകിച്ച് അങ്ങനെ പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. കാരണം ഞാനും അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത്. വളരെ നന്നായി പോകുന്ന ഒരു സാധാരണ കുടുംബമാണ് എൻ്റെത്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ വിശേഷങ്ങളൊന്നും തന്നെ പറയാനില്ല. നമുക്ക് ഡെയിലി ദിവസേനയുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സാധാരണ കുടുംബമാണ്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ബന്ധുക്കളും സുഹൃത്തുക്കളും കുടുംബത്തിലെ അച്ഛനും അമ്മയൊക്കെ പാർട്ടി പ്രവർത്തകരാണോ വൈഷ്ണ? അതെ അതെ, അച്ഛൻ പണ്ട് തൊട്ടേ എല്ലാവരോടും ഒപ്പം തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നീട് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്കും ഒരു വേറെ രീതിയിലേക്ക് മാറിപ്പോയതാണ്. ഓ ശരി ശരി, അടിപൊളി. ഓക്കെ വൈഷ്ണ, അപ്പോൾ നല്ലൊരു ദിവസം ആകട്ടെ. ഒപ്പം തന്നെ പ്രചാരകർ തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നന്നായിട്ട് പ്രചാരണമൊക്കെ നടക്കട്ടെ. നല്ലൊരു ദിവസമാകട്ടെ. ഒപ്പം തന്നെ കോടതിയിൽ നിന്ന് നല്ലൊരു വിധി ഉണ്ടാകട്ടെ. ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആകട്ടെ. ഒപ്പം പറയാൻ വിട്ടുപോയി, നല്ല ചിരിയാണ് വൈഷ്ണയുടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്കെ വൈഷ്ണ, താങ്ക് യു സോ മച്ച്. ഓക്കെ.